ഓക്കെ, എന്താണ് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാല്? ഇന്റർവ്യൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലോ. Interview is a formal meeting where one or more persons question or access another persons. It's an informal meeting. ഒന്നോട്ടിൽ കൂടുതൽ പേഴ്സൺസ് ഒരു വ്യക്തിനെ അഭിമുഖം നടത്തുന്നതാണ് എന്ത് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു സെലക്ഷൻ ടൂളാണ് എന്ത് ഇന്റർവ്യൂ മെത്തേഡ്. ഓക്കെ, ഇവിടെ ഒരു ഡെഫിനേഷൻസ് പറയുന്നുണ്ടായിരുന്നു. Interview is defined as a selection technique which enables the employer to view the total. എന്താണ് പറഞ്ഞത്? എന്താണ് ഒരു ഇന്റർവ്യൂ അവിടെ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണോ? ഒരാളുടെ വ്യൂ, ആളുടെ ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒറ്റ കുറച്ച് സമയം കൊണ്ട് തന്നെ ആളെങ്ങനെയാണ്, ആളുടെ നോളജ് എങ്ങനെയാണ്, എബിലിറ്റി എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് ആ ഒരു ടെക്നിക്കാണ് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ആളുടെ വ്യൂ ദ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുടെ മൊത്തത്തിലുള്ള ആ ഒരു മൊത്തത്തിലുള്ള ആളുടെ നോളജ് ഒക്കെ എങ്ങനെയാണെന്നത് കളിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Individual and directly applies him and his behavior. ഒരാളെ എന്താണ് വ്യക്തിപരമായിട്ട് നമ്മളെ വിലയിരുത്തുന്ന ഒരു എന്താണ് ആളുടെ ബിഹേവിയർ എങ്ങനെയാണ് വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ മെത്തേഡ് പറയാം. An interview attempts to secure a maximum amount of information from the candidate concerning his suitability for the job under consideration. എന്താണ് തിരഞ്ഞെടുക്കുന്ന ജോലിക്ക് ആള് ആർക്കാണോ എന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെ. ആൾ തന്നിരിക്കുന്ന ജോലിക്ക് അയാൾ അനുയോജ്യനാണോ, ആ ജോലി അയാൾക്ക് സൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ആ ചോദ്യാവലിയിൽ അവിടെ ഇന്റർവ്യൂവിനോട് അഭിമുഖം നടത്തുന്നത്. ഓക്കെ, ഏത് ജോലിയാണോ അതിനാൾ ആപ്റ്റാണോ എന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി സൈക്കോളജിക്കൽ പാർട്ടിന്റെ ടെസ്റ്റിന്റെ അത് വേറൊന്നുമില്ല, അതൊരു സെലക്ഷൻ ടെസ്റ്റ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ട്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. ഈ മൂന്നെണ്ണേ ഉള്ളൂ. പക്ഷെ പ്രിന്റ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്, അതാണ് കേട്ടോ. നമ്മൾ നോക്കിയേ, ഈ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിന്റെ എക്സ്പ്ലനേഷൻസ് തന്നെ പ്ലേസ്മെന്റ് സെലക്ഷൻ ടെസ്റ്റിന്റെ എക്സ്പ്ലനേഷൻസിന്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഈ പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്നുള്ളത് ഈ ഒരു ഭാഗം മാത്രം എടുത്താൽ മതി, ഇത് നിങ്ങൾ വെട്ടിക്കളഞ്ഞോളൂ. ഈ മൂന്നാമത്തെ വെട്ടിയിട്ട് ഇത് മാത്രം എടുത്താൽ മതി കേട്ടോ. സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ ടെസ്റ്റ്, അത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ നോക്കാം. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ, നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ അറിയാം? നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് പറഞ്ഞേ, അതിൽ നോക്കണ്ട. നിങ്ങൾക്കറിയാമോ? ഡയറക്റ്റ്, ഫേസ് ടു ഫേസ്, ഓൺലൈൻ ഇന്റർവ്യൂസ്, നോൺ ഡയറക്റ്റ്. ഓക്കെ, യെസ്. ഓക്കെ, വെരി ഗുഡ്. നോക്കാം ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ. ഫസ്റ്റ് വരുന്നത് എന്താണ്? പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്തായിരിക്കും?
Such interviews are also called standardized interviews because they are pre-planned to a high degree of accuracy and precision. എന്താണ് പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? ഇതിനെ പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂസ് എന്നും ഇതിനെ പറയുന്നുണ്ട്. പാറ്റേൺ ഇന്റർവ്യൂസിനെ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്നും പറയുന്നുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? They are pre-planned to a high degree of accuracy and precision. ഏറ്റവും ഹൈ റേഞ്ചസിലുള്ള ഒരു, അതായത് ഒരു സ്ട്രക്ചർ ആയിട്ട് ഒരു ഘടനയുള്ള ഒരു ഇന്റർവ്യൂ മെത്തേഡ് ആണ് പാറ്റേൺ ഓൺ സ്ട്രക്ചർ. അത് സ്പെസിഫിക് ആയിട്ട് കുറച്ച് മെത്തേഡുകളുടെ അല്ലെങ്കിൽ കുറച്ച് മെത്തേഡ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ആ ക്വസ്റ്റ്യൻസ് ആ ഒരു ഇന്റർവ്യൂ എന്താണ് നടത്തപ്പെടുന്നത്. ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന അളവിലുള്ള കൃത്യതയും മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടാണ് ആയിരിക്കുന്നത്. ഈ പ്ലാനിൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു പാറ്റേൺ സ്ട്രക്ചറുള്ള ഇന്റർവ്യൂ മെത്തേഡാണ് എന്താ? പാറ്റേൺ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് എന്താണ്? കൃത്യമായിട്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു എന്താണ് ഇന്റർവ്യൂ മെത്തേഡാണ് പാറ്റേൺ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പാറ്റേൺ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? ഏത് വേണമെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. പാറ്റേൺ ഇന്റർവ്യൂ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഏത് വേണമെങ്കിലും പറയാം. ഒരുമിച്ച് പറയണമെന്നില്ല, രണ്ടും സെയിം തന്നെയാണ് അല്ലെ? ഓക്കെ, എന്താണ് പാറ്റേൺ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? പാറ്റേൺ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് pre-planned interviews ആണ് അല്ലെ? Pre-planned high degree of accuracy and precision അല്ലെ? ഉയർന്ന അളവിലെ കൃത്യതയിൽ, അതാണ് ഭയങ്കരമായിട്ട് കൃത്യമായിട്ടും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ മെത്തേഡ് ആണ് പാറ്റേൺ ഓർ സ്ട്രക്ചർ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സെക്കൻഡ്, നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്തായിരിക്കും അത്? Does not have a structure. ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. And is relatively non-planned as to format. എങ്ങനെയായിരിക്കും? ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല, അതിന് പ്ലാൻ ചെയ്തിട്ടുള്ള ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ മെത്തേഡ് ആയിരിക്കില്ല. In such an interview, the applicant is asked some very general questions and he may reply to these in any way he likes for a considerable length of time. എന്തായിരിക്കും? ഇതൊരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പൊതുവായ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ മെത്തേഡാണ് എന്ത്? നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. And he may reply to these in any way he likes for a considerable length of time. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന ആള് അല്ലെ, ഇന്റർവ്യൂ നടത്തുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് ചോദിക്കുന്ന ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ ഉത്തരം പറയണമെന്നില്ല. ഇന്റർവ്യൂവർക്ക് എന്താണ്? ആവശ്യത്തിന് സമയം എടുത്ത് ആലോചിച്ചിട്ട് ആൾക്ക് ബെറ്റർ ആയിട്ടൊരു സമയത്ത് അതിന് ആൻസർ പറയാനും പറ്റുന്ന രീതിയിലാണ് എന്ത് ഈ നോൺ ഡയറക്റ്റീവ് ഇന്റർവ്യൂകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പറയുന്നത്? അത് സ്ട്രക്ചേർഡ് അല്ല, അതിന് പ്രത്യേകിച്ച് ഒരു ഘടനയില്ല, പ്ലാൻ ചെയ്തിട്ടില്ല, അതിന് പ്രത്യേകമായ ഒരു ആസൂത്രണങ്ങളില്ല. ജനറൽ ക്വസ്റ്റ്യൻസുകളായിരിക്കും അവിടെ ചോദിക്കുന്നത്. ആ ഒരു ആൾക്ക് എന്താണ്? ആൾക്ക് ആ ഒരു ലെങ്ത് ഓഫ് ടൈം ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എന്താണ് കുറച്ച് ആലോചിച്ച് സമയം എടുത്ത് വളരെ ഫ്രീ ആയിട്ട് ആൾക്കത് അറ്റൻഡ് ചെയ്ത് അതിന് ആൻസേഴ്സ് പറയാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നടത്തപ്പെടുന്ന ഒരു അഭിമുഖമാണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? നോൺ പ്ലാൻഡ് ആണ്, does not have a structure അല്ലെ? അതിനോട് സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. പിന്നെ എങ്ങനെയായിരിക്കും? ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കപ്പെടുന്നത്? ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കപ്പെടുന്നത് അല്ലെ? ഒരു കൺസിഡറബിൾ ലെങ്ത് ഓഫ് ടൈം എടുത്തിട്ട് ആൾക്ക് ഉത്തരം പറയാനുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഫ്രീ കൊടുക്കുന്ന തരത്തിലാണ് എന്ത് ആ ഒരു ഇന്റർവ്യൂ മെത്തേഡ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ്?
Depth or action interview. Depth or action interview. ഒന്ന് വായിച്ചു നോക്കിയേ. Is semi-structured in nature and uses. This depth action interview ന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സെമി സ്ട്രക്ചേർഡ് ആയിരിക്കും അല്ലെ? പൂർണ്ണമായ ഘടനയല്ല എങ്കിലും അതിന് സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് നടത്തപ്പെടുന്നത്. Typical subject discussion at such interviews consist of the candidates home life. അല്ലെ, ഈ ഒരു ഇന്റർവ്യൂവിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? കാൻഡിഡേറ്റ്സിന്റെ ഹോം ലൈഫ്, എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ്, എന്റർടൈനിങ് ഇൻട്രസ്റ്റുകൾ ആൻഡ് ഹോബീസ്. അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് കാൻഡിഡേറ്റ്സിന്റെ ഒരു ഡെപ്ത് ഇന്റർവ്യൂവിൽ ഉൾപ്പെടുത്തുന്നത്? ആളുടെ ഹോം ലൈഫ് എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്, പ്രീവിയസ് എക്സ്പീരിയൻസ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ, ആപ്റ്റിറ്റ്യൂഡ്, ആളുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്, ഹോബീസുകൾ എന്തൊക്കെയാണ് എന്നത് മാത്രം അറിയാൻ വേണ്ടിയിട്ട് നടത്തപ്പെടുന്നതാണ് എന്ത്? അതായത് ആളുടെ മുൻകാല പരിചയം, അഭിരുചി, ആളുടെ ഇഷ്ടങ്ങള്, അനിഷ്ടങ്ങള് തുടങ്ങി ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് ലൈഫ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ മെത്തേഡാണ് എന്താ? ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. ആ പേര് കേട്ടാലും മനസ്സിലാവില്ല, കാൻഡിഡേറ്റിന്റെ ആഴത്തിലുള്ള ഒരു പരിശോധനയാണ്. ആളെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ മെത്തേഡാണ് എന്താ? ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലാളുടെ ഹോം ലൈഫ് എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ്, എന്റർടൈനിങ് ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ്, ഇത്തരം കാര്യങ്ങളായിരിക്കും അതില് ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കപ്പെടുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് പോകട്ടോ. Depth of action interview. അടുത്തത് എന്താണ്? Group or discussion interview. Group or discussion interview. In this type of interview, group rather than individuals are interviewed. എന്തായിരിക്കും ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? ഏത് രീതിയിലുള്ള ഒരു ഇന്റർവ്യൂ മെത്തേഡ് ആയിരിക്കാം? ഏത് രീതിയിലായിരിക്കും അവിടെ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത്? ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകൾ എന്തായിരിക്കും പ്രത്യേകത? വ്യക്തികളെക്കാൾ ഗ്രൂപ്പുകളാണ് അഭിമുഖം നടത്തുന്നത് അല്ലെ? വ്യക്തികളെക്കാൾ ഇൻഡിവിജ്വലിനേക്കാളും എന്താണ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും എന്താ? ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരിക്കും ഇവിടെ നടത്തപ്പെടുന്നത്. വ്യക്തികളെക്കാൾ ഗ്രൂപ്പുകളാണ് അഭിമുഖം നടത്തുന്നത്. ഓക്കെ, അതായത് ഒരു ഇന്റർവ്യൂവിൽ കുറെ ആൾക്കാര് ചോദ്യം ചെയ്തിട്ട് അഭിമുഖം നടത്തുന്നതിനായിട്ട് ഉണ്ടായിരിക്കും. അതാണ് എന്താ? ഗ്രൂപ്പ്സ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാനൽ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാനൽ ബോർഡ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പാനൽ ഓൺ ബോർഡ് ഇന്റർവ്യൂ. ഈ പാനൽ ഇന്റർവ്യൂ എന്താണ്? This type of interview, a candidate is interviewed by a number of interviewers. എന്താണ് പാനൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? ഒരു പാനൽ സെഷൻ ആയിരിക്കും, ഒരു പാനൽ ആയിരിക്കും. ഒരു ചേംബറില് ഒരു ടേബിളിന് ചുറ്റും കുറെ ആൾക്കാരായിരിക്കും. അതിനെയാണ് പാനൽസ് എന്ന് പറയുന്നത് അല്ലെ? ഒരു മെമ്പേഴ്സ് ആയിരിക്കും, ഒരുപാട് മെമ്പേഴ്സ് അതിലുണ്ടായിരിക്കും. അത്തരത്തില് ഒരു പാനൽ ബോർഡ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് എന്ത് പറയുന്നത്? പാനൽ ബോർഡ് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. Okay, candidate is interviewed by a number of interviewers. Okay, പാനൽ ഡിസ്കഷൻസ് നമുക്ക് കേട്ടിട്ടില്ലേ? പാനൽ ഡിസ്കഷൻ ഒരാളാണോ നടത്തുന്നത്? പാനൽ ഡിസ്കഷൻ ഒരാളായിരിക്കോ? അല്ല അല്ലെ? ഒരു പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സ് അതില് ഉണ്ടായിരിക്കും അല്ലെ? മാക്സിമം 10 or 15 മെമ്പേഴ്സ് എങ്കിലും ഒരു പാനലില് ഉണ്ടായിരിക്കും. ഓക്കെ,
അപ്പൊ അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുക. ഓരോരുത്തരും ചോദിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് ചോദിച്ചെന്നിരിക്കില്ല, പക്ഷെ ബാക്കിയുള്ള എന്താണ് ക്വസ്റ്റ്യൻസിൽ അവർ ചോദിച്ചെന്നിരിക്കും. പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവര് ചോദിച്ചെന്നിരിക്കും. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. Then stress interview. Stress interview. Stress interview. In the stress interview, the interviewer undertakes an unfriendly role toward the applicant. He deliberately puts him on the defensive by trying to annoy, embarrass or frustrate him. This is done in order to find out how a candidate behaves in a stress situation, whether he loses his temper, gets confused or threatened. എന്താണ് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനു മുമ്പ് സ്ട്രെസ് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു? ഇല്ല, കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ പറഞ്ഞു വരുമ്പോ മനസ്സിലാവും. അതായത് ഒരു സിറ്റുവേഷനില് ആ ആപ്ലിക്കന്റിനോട് എന്താണ് അൺഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. അതായത് ഫ്രണ്ട്ലി ആവാതെ, ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ ഫ്രണ്ട്ലി ആവാതെ വളരെ ഹാർഷ് ആയിട്ട് സംസാരിക്കുന്നു. Deliberate put his on defensive by trying to annoy. അതായത് ആളുടെ ആ ഒരു പേഴ്സണാലിറ്റി അളക്കുന്നതിന് വേണ്ടിയാണ്. ആ ഒരു സിറ്റുവേഷൻ ആളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അയാൾ ടെമ്പർ എങ്ങനെയായിരിക്കും, അയാൾ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്, ഒരു കാര്യം പറയുമ്പോൾ അയാൾ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്, അയാളെ പ്രമോക്ക് ചെയ്യും, ഒരുപാട് ഇങ്ങനെ പ്രമോക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് അത് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് വളരെയധികം സ്ട്രെസ് ആൾക്ക് കൊടുക്കും. ദെൻ അയാൾ ആ ബിഹേവിയേഴ്സ് സ്ട്രെസ് സിറ്റുവേഷൻ കൊടുത്തതിന് ശേഷം എന്താണ്, ചിലപ്പോ ചിലവർ അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടും. എനിക്ക് ജോലി വേണ്ടാന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ അങ്ങോട്ട് ഇറങ്ങി പോകും. പക്ഷെ ചിലവർ എന്താണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും, പക്ഷെ അത് ഹാൻഡിൽ ചെയ്തിട്ട് എന്താണ് ചിലപ്പോ അവര് ആ ഒരു നല്ല ബിഹേവിയർ കാണിച്ച് ആ ഇന്റർവ്യൂ പാസ്സാവാനായിട്ട് അവർ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ്. ആ സിറ്റുവേഷൻ ആണെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്താ സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നല്ല ബിഹേവിയർ ആണ് അയാൾ അവിടെ കാണിക്കുന്നത്, പിന്നെ കാര്യക്ഷമമായിട്ട് അയാൾ അവിടെ പെരുമാറുന്നുണ്ടെങ്കിൽ എന്താണ് ആളവിടെ സെലക്ട് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ചിലവർ കുറച്ചു നേരമൊക്കെ ചിലപ്പോൾ ടെമ്പറൊക്കെ ദേഷ്യമൊക്കെ അടക്കി ഇരിക്കുമായിരിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോൾ പൊട്ടിപ്പോകും അല്ലെ. അപ്പൊ ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എത്രത്തോളം അത് കാര്യക്ഷമമായി ചെയ്യും, എങ്ങനെ അതിനെ സമീപിക്കും എന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള അൺഫ്രണ്ട്ലി മാനറിൽ, അതായത് ഒട്ടും നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അയാൾ അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്ത് ഇന്റർവ്യൂ ആ ഒരു മെത്തേഡ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സ്ട്രെസ് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇന്റർവ്യൂ undertakes an unfriendly role toward the applicant. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Interviewer undertakes an unfriendly role toward the applicant. ഡിഫൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആള് ചിലപ്പോ അത് പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ ചിലപ്പോ ആ ഒരു സമയത്ത് ആ കാൻഡിഡേറ്റ് എന്താണ് പലതരത്തിൽ ഇങ്ങനെ ശ്രമിക്കും. പക്ഷെ അപ്പൊ അയാളെ കൂടുതൽ ദേഷ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ഈ ഇന്റർവ്യൂ നടത്തുന്ന ആൾ എന്താണ് ആപ്ലിക്കന്റിനോട് അൺഫ്രണ്ട്ലി ആയിട്ടായിരിക്കും പെരുമാറുന്നത്, വളരെ ഇഷ്ടമല്ലാത്ത രീതിയിലായിരിക്കും പെരുമാറുന്നത്. ഓക്കെ, ദെൻ ആളിൽ നിന്ന് ആ ആൾക്ക് ഒരു സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കും. ഇന്ന കാര്യങ്ങൾ ചിലപ്പോൾ അയാളെ കുറിച്ച് അയാളുടെ നോളജിനെ തന്നെ ചിലപ്പോൾ വളരെയധികം മോശമാക്കുന്ന രീതിയിലൊക്കെ ചിലപ്പോൾ സംസാരിച്ചിരുന്നിരിക്കും. അപ്പൊ എന്താണ് ആളെ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആക്കി, ആളെ ഇങ്ങനെ എന്താണ് ഭയങ്കരമായിട്ട് നിരാശനാക്കിക്കൊണ്ടിരിക്കുക. എംപ്ലോയീസ് ഫ്രസ്ട്രേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നും ഇതേപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ചിലവർ ആ ഒരു സമയത്താണ് അവിടെ ഇറങ്ങിപ്പോകും അല്ലെ, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് ഇറങ്ങിപ്പോകും. ചിലവരത് ഹാൻഡിൽ ചെയ്യും അല്ലെ, എത്ര പ്രൊവോക്ക് ചെയ്താലും എത്ര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കൊടുത്താലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയാലും പോലും എന്താണ് ഈ ജോലി നിർബന്ധമായിട്ട് കിട്ടണമെന്നുള്ളത് ആണെന്നുള്ളതാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കും. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്
ഈ ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് നടത്തപ്പെടുന്നത്. അതാണ് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഫ്രീ ഇന്റർവ്യൂ പഠിച്ചില്ല. അത് വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അത് ഇഷ്ടമുള്ള സമയം എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂസ് നടത്തുന്നത്. ഇത് നേരെ തിരിച്ചാണ് അല്ലെ. ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ഒരു ഫേവറിസം ഒന്നുമില്ല. അവിടെ ഭയങ്കര അൺഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ ഭയങ്കര ടെമ്പർ ആക്കുന്ന രീതിയിലായിരിക്കും, ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ, അരോചകരമാക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഏതൊക്കെ ടൈപ്സ് ഓഫ് ഉണ്ട്? ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണ്? പാറ്റേൺ ഇന്റർവ്യൂ, സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. പാറ്റേൺ ഇന്റർവ്യൂവിന്റെ പ്രത്യേകത എന്താണ്? There are 6 type of interviews. അല്ലാതെ പാറ്റേൺ ഇന്റർവ്യൂയുടെ പ്രത്യേകത എന്താണ്? പ്രീ പ്ലാൻഡ് ആയിരിക്കും, സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ ആണ്. നേരത്തെ ആസൂത്രണം ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ടൈപ്സ് ആണ് എന്താ? പാറ്റേൺ ഇന്റർവ്യൂ. അല്ലെങ്കിൽ പാറ്റേണിലായിരിക്കും അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂയുടെ പ്രത്യേകത എന്താണ്? നോൺ ഡയറക്റ്റീവ്, നോൺ പ്ലാൻ, സ്ട്രക്ചേർഡ് അല്ല അല്ലെ. നോൺ പ്ലാൻഡ് ആയിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കില്ല. ഓക്കെ, ഇതാണ് ജനറൽ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ലെങ്ത് ഓഫ് ടൈം എടുത്തിട്ട് ആൾക്ക് അതിന് ആൻസർ പറയാനുള്ള ഒരു ഫ്രീഡം അവിടെ ഉണ്ടായിരിക്കും. ഡെപ്ത് ഓഫ് ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൻഡിഡേറ്റ്സിന്റെ ആവശ്യങ്ങൾ അല്ലെ ആളിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയുന്നതിനുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുന്നത്. ഹോം ലൈഫ്, പ്രീവിയസ് എക്സ്പീരിയൻസ്, ആപ്റ്റിറ്റ്യൂഡ്, ഹോബീസ്, എത്ര കാര്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുത്തുന്നത്. Then group discussion, അല്ലെ? Group discussion interviews. Then panel board interviews. അറിയാലോ രണ്ടോ? Okay. Set of panel members ആയിരിക്കും പാനൽ ഇന്റർവ്യൂ നടത്തപ്പെടുന്നത്. സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഫ്രണ്ട്ലി മാനറിൽ നടത്തപ്പെടുന്ന ഒരു ഇന്റർവ്യൂ മെത്തേഡ് ആണ് സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി അപ്പൊ എന്താണ് പ്രമോഷൻ എന്ന് പറഞ്ഞാല്? പ്രമോഷൻ മീൻസ് ട്രാൻസ്ഫർ ആണോ? ഉയർച്ച, പ്രമോട്ട് ചെയ്യുക അല്ലെ. Promotion means the transfer of an employee to a job which pays more money or one that carries some preferred status. The normal policy is to take സ്ഥാനക്കയറ്റം അല്ലെ. പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷൻസിലേക്ക് ആളെ ജോലി കയറ്റം കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെ. അപ്പോ ആ ഒരു സമയത്ത് എന്താണ്? അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളുടെ സ്റ്റാറ്റസ് മാറുന്നു, സാലറി മാറുന്നു അല്ലെ. എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറുന്നു. വേജസിലായിരിക്കും, സാലറിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുന്നത്. യെസ്, ഒരു പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷൻസിലേക്ക് മാറ്റപ്പെടും. ആളുടെ കാലിബറും പെർഫോമൻസും അനുസരിച്ചിട്ടാണ് ഒരാളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെടുന്നത്, ആളുടെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ അറിയാലോ. അത് the normal policy to take merit into consideration sometimes length of services. ഇനി പിന്നെ എങ്ങനെയാണ് പ്രമോട്ട് ചെയ്യുന്നത്? ഇയാള് ഇത്ര കാലം ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തു, അപ്പൊ ഇയാളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാം അല്ലെ. ലെങ്ത് ഓഫ് സർവീസ്, കാലയളവ് എങ്ങനെയാണ്, ജോലി കാലയളവ് എങ്ങനെയാണ്, എത്ര നാളെ അയാൾ വർക്ക് ചെയ്തു, അതുമായി ബന്ധപ്പെട്ടും എന്താണ് സ്ഥാനക്കയറ്റം കൊടുക്കാം. ദെൻ ലെങ്ത് ഓഫ് സർവീസസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, പിന്നെന്താണ് ഏതെങ്കിലും ട്രെയിനിങ് കോഴ്സസ് ആള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലവരെ ഹയർ പൊസിഷനിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് എക്സാംസുകൾ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടി വരെയായിരിക്കും അല്ലെ. അപ്പൊ എങ്കിൽ മാത്രമേ അടുത്ത ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആൾക്ക് പ്രമോഷൻ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ആൾ അതിൽ പാസ്സായി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ എന്താണ് ആളെ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റും. ഓക്കെ, അങ്ങനെ ആ ഒരു ടൈമിൽ പ്രമോഷൻസ് നടക്കുന്നു. ദെൻ പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി,
ആള് പ്രീവിയസ് വർക്ക് ഹിസ്റ്ററിയിൽ നല്ല ബ്രില്യന്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആളെ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെടുന്നു. Other factors which are given weight while deciding on a promotion. അപ്പോ ഇത്തരം ഫാക്ടേഴ്സുകളാണ് ഒരാളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള പ്രധാനമായ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ലെങ്ത് ഓഫ് സർവീസസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് കോഴ്സസ്, പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി ആണ് ഫാക്ടേഴ്സ് ഓഫ് which are given weight while deciding on a promotion. ഒരാളെ പ്രൊമോഷന് വിധേയനാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്? ലെങ്ത് ഓഫ് സർവീസസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് കോഴ്സസ് ആൻഡ് പ്രീവിയസ് ഹിസ്റ്ററി. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പ്രീവിയസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആള് വർക്ക് ചെയ്തിരുന്ന കാലത്ത് ആൾ എങ്ങനെയായിരുന്നു പെർഫോം ചെയ്തിരുന്നത്, ആളുടെ ആ ഒരു ആ എംപ്ലോയി ലൈഫിലുള്ള കുറച്ച് അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർക്ക് പ്രമോഷൻ കൊടുക്കുന്നത്. ഓക്കെ, ആളുടെ വർക്ക് എങ്ങനെയായിരുന്നു, എല്ലാ കാര്യവും നോക്കും കേട്ടോ. സ്വഭാവം ഉൾപ്പെടെ എല്ലാം നോക്കാം, ആപ്റ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എല്ലാം നോക്കിയിട്ടാണ് ആളെ പ്രമോട്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ പ്രമോഷൻ എന്താണെന്ന്? യെസ്. അപ്പൊ ഡിമോഷൻ എന്തായിരിക്കും? Demotion means, yes, lowering down to the current position or status. അല്ലേ? എന്താണ് lowering down എന്ന് പറഞ്ഞാല്? Demotion means the lowering down of the status, salary and responsibility of an employee. Demotion service. Yes, താഴോട്ട് മാറ്റുന്ന അല്ലെ? സ്ഥാനം കയറ്റമല്ല, സ്ഥാനം ഇറക്കമാണ് അല്ലെ? ആളെ ഡിമോട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ആളെ ഡിമോഷൻ ചെയ്യപ്പെടുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം? അതായത് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുടെ സ്റ്റാറ്റസ്, സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരാളുടെ പദവി അല്ലെങ്കിൽ എന്താണ് സാലറി അല്ലെങ്കിൽ കുറയ്ക്കലാണ് ഇത് ഡിമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള unnecessary പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുകയാണെങ്കിൽ എന്താണ് ആളെ ആ പൊസിഷനിൽ നിന്ന് ഡിമോട്ട് ചെയ്യപ്പെടുന്നു. Demotion serve a useful purpose in the sense that they keep the employees vigilant and alive to their responsibilities and duties. എന്താണ് ഒരാളെ ഡിമോട്ട് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? പക്ഷെ അത് നല്ലൊരു കാര്യം, നല്ലൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് അത്തരത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ആൾക്കാരെ എന്താണ് നമുക്ക് എംപ്ലോയീസിന് എന്താണ് അവിടെ നിന്ന് മാറ്റാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ ഫേക്ക് പീപ്പിൾസ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ എന്താണ് ആളെ വിലയിരുത്തിക്കൊണ്ടായാല് ആ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ പദവിയിൽ നിന്നോ ആളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നോ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഡിമോഷൻ ഒരു മോശമായ കാര്യമല്ല അല്ലെ? ഡിമോഷൻ എന്ന് പറയുന്ന ഒരു മോശമായ കാര്യമില്ല. ചില സമയത്ത് എന്താണ് ഫേക്ക് പീപ്പിൾസ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സോ പെർഫോമൻസ് അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും കള്ളത്തരമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്താണ് അന്നൊക്കെ ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് കണ്ടെത്താനും ആളെ ആ പൊസിഷനിൽ നിന്ന് മാറ്റാനൊക്കെ ഈ ഡിമോഷൻ പ്രോസസ് പോലെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ശരിക്കും നോക്കിയാൽ എന്താണ് ഈ ഡിമോഷൻ എന്നുള്ളത് എന്താണ് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ഇത്ര മോശമായ കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പൊ നോക്കിയാണോ ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസ്, സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എംപ്ലോയി. കംപ്ലീറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇവിടെ അണ്ടർലൈൻ ചെയ്യണേ. ഇനി ഇപ്പൊ ട്രാൻസ്ഫർ എന്തായിരിക്കും? പ്രമോഷൻ പറഞ്ഞു, ഡിമോഷൻ പറഞ്ഞു, ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്താണ്? ട്രാൻസ്ഫർ ഈസ് എ ഇത് മൊത്തം അണ്ടർലൈൻ ചെയ്തോ. ഡിമോഷൻ, transfer is a horizontal or lateral movement of an employee. ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ സ്ഥലം മാറ്റാൻ, ഒരു ഓർഗനൈസേഷനിൽ നിന്ന് അനദർ ഓർഗനൈസേഷനിലേക്ക് മാറ്റപ്പെടുന്നതാണ് അത് ട്രാൻസ്ഫർ. സ്ഥാനക്കയറ്റം, ഈ സ്ഥാനക്കൈമാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, എംപ്ലോയി ഫ്രം one job section
department or position to another and the same or another place where his salary, status and responsibility are the same. ഇനി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സമയത്ത് ആൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? ഏതൊക്കെ രീതിയിലാണ്? ജോബ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആളുടെ പൊസിഷൻ മാറുന്നു, സാലറീസിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു അല്ലെ. എന്താണ്? സ്റ്റാറ്റസ്, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ എന്താണ്? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. Job section, department or position to another at the same or another place where his salary. ഒരു ഓർഗനൈസേഷൻ മറ്റു ഓർഗനൈസേഷൻ ആളെ മാറ്റപ്പെടുന്നുള്ളൂ അല്ലെ, പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്കല്ലേ പോകുന്നത്. ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു, പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ആൾക്ക് ട്രാൻസ്ഫർ കിട്ടണം, അവിടെ വർക്ക് ചെയ്താൽ മതി. പക്ഷെ സെയിം ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങളൊക്കെ എന്തായാലും ഒരേപോലെ തന്നെയായിരിക്കും, വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല. സാലറിയിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുള്ളൂ, ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് ഫെസിലിറ്റീസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം വരും. പക്ഷെ ജോലിയൊന്നും ആളുടെ ഉത്തരവാദിത്തങ്ങളൊന്നും മാറുന്നില്ല, സെയിം ആയിരിക്കും. ഓക്കെ, it generally does not consist of a promotion, demotion or a change in job status other than movement from one job or place to another. അല്ലെ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ആൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രമല്ല, അല്ലാതെ ആളുടെ ജോലിയിലോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വ്യത്യാസം വരുന്നില്ല. Transfers are generally effective to build up a more satisfactory work team. ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്ഫർ ജനറലി എഫക്ട് ടു ബിൽഡ് അപ്പ് എ മോർ സാറ്റിസ്ഫാക്ടറി വർക്ക് ടീം. എന്താണ്? ട്രാൻസ്ഫർ ജനറലി എഫക്റ്റഡ് ടു ബിൽഡ് എ മോർ സാറ്റിസ്ഫാക്ടറി വർക്ക് ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്? ട്രാൻസ്ഫർ എഫക്ട് ചെയ്യുന്നത് എന്തിനാണ്? കൂടുതൽ തൃപ്തികരമായിട്ടുള്ള ഒരു വർക്ക് ടീമിനെ കെട്ടിപ്പടുക്കാൻ അല്ലെ, കൂടുതൽ തൃപ്തികരമായിട്ടുള്ള ഒരു വർക്ക് ടീമിനെ കെട്ടിപ്പടുക്കാനായിട്ട് എന്താണ് ട്രാൻസ്ഫർ പൊതുവെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. നല്ലൊരു വർക്ക് ടീമിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തരത്തിലൊരു ട്രാൻസ്ഫർ മൂലം സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ആളുടെ ജോലിയിലോ പദവിയിലോ വ്യത്യാസം ഒന്നും വരുന്നില്ല, പക്ഷെ എന്താണ് ആ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ആള് മാറുന്നു എന്നത് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ ട്രാൻസ്ഫർ? അപ്പൊ ഇനി സെപ്പറേഷൻ എന്തായിരിക്കും? separations. Separation means termination of services or agreement with the organization for some reason. Separation എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് പിന്മാറി പോവുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്ന് പറയും അല്ലെ. ചിലപ്പോൾ ഒരു ഇൻക്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, നിബന്ധനകളുടെ എന്തെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കും ഇത്ര കാലം അല്ലെങ്കിൽ ഇത്ര പീരീഡ് ഓഫ് ടൈം നമ്മൾ മാറി നിൽക്കുന്നു, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും വരുന്നത്. The employee may be separated from the payroll of an organization because of, അതായത് ഇനി പറയുന്ന കാര്യങ്ങളാണ് ഒരു സ്ഥാപനത്തിൽ നിന്നും ആളുടെ ശമ്പള പട്ടികയിൽ നിന്നും അല്ലെ, ആ ഒരു പേറോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ആളുടെ ശമ്പള പട്ടികയിൽ നിന്നും ജീവനക്കാരെ വേർപെടുത്തുന്ന കുറച്ച് സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, സസ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ കാരണങ്ങളാൽ ആള് സെപ്പറേറ്റഡ് ആവുന്നു? ഫസ്റ്റ് വരുന്നത് എന്താണ്? Resignation may be put involuntarily by the employee on account of health. എന്തായിരിക്കാം റെസിഗ്നേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല്? റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മള്? റിസൈൻ ചെയ്യുക അല്ലെ, ആ ജോലിയിൽ നിന്ന് നമ്മള് പിരിഞ്ഞു പോവുക, ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ മറ്റെന്തെങ്കിലും കാരണത്താല് നമ്മൾ എന്താണ് റിസൈൻ ചെയ്യുന്നു, റെസിഗ്നേഷൻ ലെറ്റേഴ്സ് കൊടുത്തിട്ട് റിസൈൻ ചെയ്യുന്നു. Then physical disabilityയോ അല്ലെ,
ഫിസിക്കൽ ഡിസബിലിറ്റി, എന്താണ് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്വൈകല്യങ്ങൾ ഉണ്ടായാല്, ദെൻ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ അല്ലെ, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് മറ്റേതെങ്കിലും ഓർഗനൈസേഷൻസിലേക്ക് നല്ല ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ കിട്ടിയാൽ എന്താണ് അപ്പോ റെസിഗ്നേഷൻ കിട്ടണം അല്ലെ. റീസൺ ഓഫ് മാരേജ്, ചിലപ്പോ കല്യാണം കല്യാണം കഴിഞ്ഞ് വിദേശത്തോട്ടൊക്കെ പോകേണ്ടി വന്നാല് ചിലപ്പോ ചിലരെന്താണ് റിസൈൻ ഇടും. ഓക്കെ, മണ്ടണം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് റെസിഗ്നേഷൻ കൊടുക്കപ്പെടുന്നത്, സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? എംപ്ലോയീസ് ഓൺ അക്കൗണ്ട് ഓഫ് ഹെൽത്ത് അല്ലെ, ഹെൽത്ത് കണ്ടീഷൻ, ഫിസിക്കൽ ഡിസബിലിറ്റി, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റീസൺ ഫോർ മാരേജ് എക്സെട്ര. ഇത്തരം കാരണത്താലാണ് കുറച്ചു പേര് ഒരു ഓർഗനൈസേഷൻ സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നത്. അത് ഒരു കാറ്റഗറി ടൈപ്പ് ഓഫ് പീപ്പിൾ ആണ് പറയുന്നത് കേട്ടോ. റെസിഗ്നേഷൻ കൊടുക്കുന്ന കുറച്ച് ആൾക്കാരെ ഏതൊക്കെ ആവശ്യങ്ങളിലാണ്? ആളുടെ ഹെൽത്ത് കണ്ടീഷൻസ് മോശമാകുമ്പോഴോ, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ, ബെറ്റർ അതർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെങ്കിലോ, ദെൻ മാരേജ്. ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരാളെ റെസിഗ്നേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോകാൻ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് നോക്കി, ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. Discharge and dismissal. A discharge involves a permanent termination of an employee from the payroll because of violation of rules or for insufficient performance. ഒരാളെ ഡിസ്മിസ് ചെയ്യാൻ, ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം? അൺബിഹേവിയർ അല്ലെ, ഇൻസഫിഷ്യന്റ് പെർഫോമൻസ്, എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സുകളോ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അല്ലെ, ജോലി കാലയളവിന്റെ ഉള്ളിൽ, ആ ടെർമിനേഷൻ പീരീഡിന്റെ ഉള്ളിൽ ആൾ ഏതെങ്കിലും തരത്തിലുള്ള ജോബിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലും അൺബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ആളെ ഡിസ്മിസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയും ഓർഗനൈസേഷൻസിൽ നിന്നാണ് റൂൾസ് വയലേഷൻസ്, വെരി ഗുഡ്. ഏതെങ്കിലും റൂൾസുകൾ വയലേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മോശമായ മറ്റു പ്രവർത്തികൾ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലായത്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ എന്താണ് ആളുടെ പെർഫോമൻസ് ഇൻസഫിഷ്യന്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളെ അവിടെ നിന്ന് തിരിച്ചു വിടുന്നു. ഓക്കെ, ഡിസ്മിസ് ചെയ്യപ്പെടുന്നു, ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയും ഓർഗനൈസേഷനിൽ നിന്നും ആൾക്കാർ എന്താണ് പിരിഞ്ഞു പോകുന്നതിന്റെ മറ്റൊരു കാരണം അതാണ് എന്താ ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ എന്ന് പറയുന്നത്. അടുത്തത് സസ്പെൻഷൻ. ഇവിടെയൊക്കെ ഓരോ ഹൈഫൻസ് ഉണ്ട്, ഇവിടെ വന്നിട്ടില്ല. സസ്പെൻഷൻ എന്താണ്? ആളെ സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ. Suspension refers to an HR-less punishment. HR-related actions in which the employees is terminated from work for a specific period of time, usually without pay, as a form of a disciplinary action. Suspend ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത കാലയളവിലേക്ക് അല്ലെ, ഒരു നിശ്ചിത കാലയളവിലേക്ക് സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലാണ് എന്താണ് സസ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. എന്തെങ്കിലും കാരണങ്ങളാണോ, പേഴ്സണൽ ആകാം അല്ലെങ്കിൽ ജോലി സംബന്ധമായ എന്ത് കാരണങ്ങളും ആകാം. കാണുന്നില്ലേ? ഇത് കാണുന്നില്ല? എന്താണോ? ഓക്കെ, ആള് ശമ്പളം ഇല്ലാതെ ആയിരിക്കും അല്ലെ, ആൾക്ക് വിത്തൗട്ട് പേ ആയിരിക്കും, ആൾക്ക് ശമ്പളം ഇല്ലാതെ ആയിരിക്കും ആളെ പിരിച്ചുവിടുന്നത് ആസ് എ ഫോം ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ. ഓക്കെ, അപ്പൊ നിശ്ചിത കാലയളവിലേക്ക് ശമ്പളം ഇല്ലാതെ ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. ഓക്കെ, refers to HR related എന്ന് പറഞ്ഞാൽ എന്താണ്? HR related, HR എന്താണ്? HR ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ അത് മനസ്സിലായോ? സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ എന്താണെന്ന്? യെസ്. ഇനി ലേ ഓഫ് എന്താണ്? ലേ ഓഫ്, lay off, it refers to an indefinite termination of the employee.
യെസ് വിട്ടയക്കുക of the employee from the payroll owing to factors which cannot be controlled by the employer. The purpose of layoff is to lessen financial burden on an organization when human resources cannot be utilized in a proper manner. ഒരു വർക്ക് ഫോഴ്സിനെ ഇവിടെ നിന്ന് മാറ്റിയാണ് അല്ലെ, ആള് എൻഡ് ഏൽപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. അതായത് ഒരു തൊഴിലുടമയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് ആ ജീവനക്കാരനെ അവിടെ നിന്ന് നമ്മള് പിരിച്ചുവിടുന്ന ഒരു പ്രോസസ്സാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. ആളുടെ പ്രവർത്തനം അവിടെ നിയന്ത്രിക്കുകയാണ്, ആളുടെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ആളെ അവിടെ നിന്ന് പിരിച്ചുവിടുന്ന ഒരു പ്രോസസ്സാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, then the purpose of layoff, ഇതിന്റെ purpose എന്ന് പറഞ്ഞാൽ എന്താണ്? lessen that financial burden on an organization. Financial burden, എന്താണ് financial burden on an organization? Financial burden എന്താണ്? അവിടെ ആ ഒരു ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലാളിയിൽ നിന്നോ അല്ലെങ്കിൽ തൊഴിലാളി വിഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, അതായത് മനുഷ്യവിഭവശേഷി ഹ്യൂമൻ റിസോഴ്സിന് ശരിയായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് എന്താണ് അപ്പൊ ആ ഒരു സ്ഥാപനത്തിന് എന്താണ് ഭയങ്കരമായിട്ട് ബേർഡൻ കൂടുന്നു, വെച്ചാൽ ഭാരം കൂടുകയാണ് അല്ലെ, സാമ്പത്തികമായിട്ട് എന്താണ് ഒരു ഭാരം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നും അതിനെ ഓർഗനൈസേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് എംപ്ലോയീസിനെ അതിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്. ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള ഭാരം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ഇത്തരത്തിലൊരു പിരിച്ചുവിടൽ നടത്തി കഴിഞ്ഞാൽ എന്താണ് ആ ഓർഗനൈസേഷന് പിന്നെയും ഫുൾഫിൽ ചെയ്യാനുള്ളൊരു പിന്നെയും ഒരു എന്താണ് സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പൊ വലിയ ഭാരം അവിടെ ചുമക്കേണ്ടി വരുന്നത്. അപ്പൊ അനിയന്ത്രിതമായിട്ട് പ്രവർത്തിക്കുന്നവരെന്താണ് അവിടെ നിന്ന് പിരിച്ചു മാറ്റുക, അത്രയേ ഉള്ളവർ പറയുന്നത് കേട്ടോ. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എംപ്ലോയീസിനെ. ഒരു മഞ്ഞും മഴയൊക്കെ വന്നാൽ നമ്മളുടെ നമുക്ക് ആരോഗ്യം മൊത്തത്തിൽ പോകും എല്ലാവർക്കും. ഒരു മഴ പെയ്തു, കുറച്ച് കോടയുണ്ടായി 2 ദിവസം, ഈ അവസ്ഥയിലായി. നിങ്ങളുടെ നാട്ടിൽ മാറിയോ? മഴയൊക്കെ മാറിയോ? ഈ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞത് ആൺകുട്ടിയാണോ അല്ലെങ്കിൽ അതിൽ ആ അക്കൗണ്ടിൽ ഏതെങ്കിലും പെൺകുട്ടിയാണോ അറ്റൻഡ് ചെയ്യുന്നത് ക്ലാസ്? ബോയാണോ? ഓക്കെ, യെസ്. ഒന്നുമില്ല, ചോദിച്ചാണ്. ചില കുട്ടികള് ഇപ്പൊ നമ്മള് ആൺകുട്ടിയാകുമ്പോൾ സംസാരിക്കും, പക്ഷെ അക്കൗണ്ടിൽ പെൺകുട്ടിയായിരിക്കുള്ളൂ, അതുകൊണ്ടാണ് ചോദിച്ചത്. കുഴപ്പമൊന്നുമില്ലല്ലോ ഹരികൃഷ്ണൻ? നിങ്ങളപ്പോ 15-ാം തീയതി കല്യാണത്തിന് പറ്റില്ലേ എല്ലാവരും ലീവാർക്ക്? പോരട്ടാ, എല്ലാരും പോരേക്കുമായിരുന്നു. വിളിച്ചല്ലോ ഞങ്ങളും എല്ലാ ദിവസവും കല്യാണത്തിനും പറയാറുണ്ട്. ഹരികൃഷ്ണൻ ക്ലാസ്സിൽ കയറാറില്ലല്ലോ. ഗുരുവായൂർ അമ്പലനഗരിൽ ലെറ്റർ ഒന്നുമില്ലോ, ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഓക്കെ, സെപ്പറേഷൻസ് കഴിഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള സെപ്പറേഷൻസ് ആണുള്ളത്? റെസിഗ്നേഷൻ, ഡിസ്ചാർജ്, ഡിസ്മിസൽ, സസ്പെൻഷൻ, ലേ ഓഫ്. ഓക്കെ, 4 കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം.
11 മണിക്കാണോ സമയം. പക്ഷെ അന്ന് സൺഡേ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടാവും. നമുക്ക് ടൈം ഒന്നും അവിടെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എപ്പോഴാണ്. കുറെ കല്യാണം, പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കായിരിക്കും. ലേ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക തൊഴിലുടമയെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തില്, കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തില് എന്താണ് ആ ജീവനക്കാരന്റെ അനിശ്ചിത കാലത്തേക്ക് പിരിച്ചുവിടുന്ന ഒരു മെത്തേഡാണ് എന്ത്, പ്രോസസ്സാണ് ലേ ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ക്ലാസ്സിൽ വരാതെ ഞാൻ ഇവിടെ പോകണ്ടോ? ഞാൻ ക്ലാസ്സിൽ വരും. പിറ്റേ ദിവസം വരില്ല, ട്യൂസ്ഡേ വരും. പിറ്റേ ദിവസം നിങ്ങൾക്ക് വന്ദന മിസ് ക്ലാസ് എടുത്തോളൂ കേട്ടോ. നെക്സ്റ്റ് മുതൽ ക്ലാസ്സിൽ വരും. ഓക്കെ, ഇതും കൂടി നോക്കിയേ. എംപ്ലോയീസ് ട്രെയിനിങ്, എംപ്ലോയി ട്രെയിനിങ്. ഇതിനു വേണ്ടിയാണ് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത്. ഹരികൃഷ്ണ, എന്തിനാണ് എംപ്ലോയീസിന് നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? ഇനി മിണ്ടൂല ഹരികൃഷ്ണൻ. ഇതിന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ഹരികൃഷ്ണൻ മിണ്ടൂല. ഒന്ന് പറ, എംപ്ലോയീസിന് എന്തിനാണ് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നത്? ഇതിന് വേണ്ടിട്ടാ. പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് അല്ലേ? ഓക്കെ. Training is a process of learning a series of programmed behavior. ഇതൊന്നൊരാൾ വായിക്കാവോ? എംപ്ലോയി ട്രെയിനിങ് ഒന്ന് വായിച്ചേ. ഒരാൾ വായിച്ചേ. സിയ വായിച്ചു. Employee training. Training is a process of learning a series of programmed behavior. It is an application of knowledge. It makes people aware of rules and procedures to manage their behavior. It tries to refine their performance on the current job or make them ready for an intended job. Primary purpose of training are to increase productivity, to upgrade quality, to help an organization fulfill its future personal need, to improve organizational climate, to improve health and safety, obsolescence prevention, and for personal growth. പറഞ്ഞെന്താണ് എംപ്ലോയി ട്രെയിനിങ്? പറഞ്ഞു സിയ. അതെനിക്കറിയില്ല, ഞാൻ വായിക്കുന്നു. എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം പ്രോസസ് അല്ലേ? എന്തിനാണ് നമ്മൾ പരിശീലനം കൊടുക്കുന്നത്? അവരുടെ ബിഹേവിയർ ഒക്കെ ബെറ്റർ ആവാൻ വേണ്ടിട്ടാണോ? അവരുടെ നോളജ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് നിലവിൽ അവരുടെ ജോലിയുടെ പ്രകടനം കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നമ്മൾ പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, പിന്നെ പറ, ബാക്കി പറ. വേറെ ആര് പറയും? സാത്തിറ. ട്രെയിനിങ്ങിന്റെ പ്രൈമറി പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, പിന്നെ ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യുക, പിന്നെ ഓർഗനൈസേഷന്റെ ഗോൾസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കുക. പിന്നെ അണ്ടർലൈൻ ചെയ്യട്ടോ. പ്രൈമറി പർപ്പസ് ട്രെയിനിങ് കൊടുക്കേണ്ട കുറച്ച് ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അണ്ടർലൈൻ ചെയ്യട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞോ? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ടു അപ്ഗ്രേഡ് ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഹെൽപ്പ് ആൻ ഓർഗനൈസേഷൻ ഫുൾഫിൽ ഇറ്റ്സ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്. ഭാവിയിലെ ഒരു ഓർഗനൈസേഷന്റെ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളെ എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക.
പിന്നെ Yes. ഇംപ്രൂവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ഇത് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണല്ലോ അവിടുത്തെ മെയിൻ ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നന്നായിട്ട് അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. എന്നാലേ ആ ഒരു ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ് ആ ഒരു എൻവയോൺമെന്റ് തന്നെ ബെറ്റർ ആയിട്ട് മുമ്പോട്ട് പോകുള്ളൂ. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക. പിന്നെ ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഒബ്സൊലസൻസ് പ്രിവെൻഷൻ ആൻഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. പിന്നെ മറ്റു വേർഡിന്റെ അർത്ഥം എനിക്കറിയില്ല. പ്രിവെൻഷൻ ആൻഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. അവർക്ക് പേഴ്സണലി എന്തുണ്ട് കിട്ടുന്നുണ്ട്? പേഴ്സണലായിട്ട് അവരുടെ അറിവുകളും വർദ്ധിപ്പിക്കാനും അവർ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാനും എല്ലാനും ഇത് സഹായിക്കുന്നു. അവരുടെ നിലവിലെ ജോലിയില് മികച്ച പ്രകടനം കുറച്ചുകൂടി കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് പ്രത്യേകമായിട്ട് രീതിയിൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ചൊരു 4 സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു ഹരികൃഷ്ണ. എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട് ഇതില് ട്രെയിനിങ് പ്രോഗ്രാംസില് എന്ന് പറഞ്ഞേ. മീനിങ് എന്താ? ഒബ്സർവേഷൻ കാലഹരണപ്പെടുക എന്ന് പറഞ്ഞു കേട്ടോ. അത് നിങ്ങൾ അത് വെട്ടിയേക്കും, അത് വേണ്ട. പേഴ്സണൽ ഗ്രോത്തിന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അത് നമുക്കുള്ളത് തപ്പണ്ട. പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുമെന്ന് മാത്രമുള്ളത് പഠിച്ചാൽ മതി കേട്ടോ. ഹരികൃഷ്ണ എന്ന് പറഞ്ഞേ. ഹരികൃഷ്ണൻ പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാംസിൽ ഏതൊക്കെ സ്റ്റെപ്സുകളാണ്? ഈ 4 സ്റ്റെപ്സുകൾ ഒന്ന് വായിച്ചിടോ. വായിക്കാൻ 4 എണ്ണം വായിച്ചാൽ മതി. എന്റെ ശബ്ദം കേൾക്കാനുള്ള വെയിറ്റ് ചെയ്ത് കിട്ടിയത് ആൾക്കാരെ വായിക്കോ? ഇപ്പൊ അറിയാം ഹരികൃഷ്ണ ആണാണോ പെണ്ണാണോ? വായിക്കൂ, സൗണ്ട് ഒക്കെ ഉണ്ട്. വായിക്കൂ ഹരികൃഷ്ണൻ. റെഡിറ്റ് മൈക്ക് ഓണാണ്. മൈക്കൊന്നും ഓഫല്ല. അതന്നെ നാണം കിടക്കുന്ന ഹരിക്കുന്നത് ബാക്കിയുള്ള ഫ്രണ്ട്സ് പറയണ. വായിക്കൂ. പിന്നെ ഇപ്പൊ 88 ചുണക്കുട്ടികളായിട്ട് ആൺകുട്ടികൾ വേറെ ആരുമില്ല വായിക്കാൻ. പെൺകുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ അത് നല്ല ഏപ്പിളാണ്, നല്ല കുട്ടികളാണ്. ഹരികൃഷ്ണ ഒന്ന് നോക്കി വായിച്ചാൽ മതി. PDF നോക്കി ഒന്ന് വായിച്ചോ. ക്ലാസ് കഴിയും. 4 സ്റ്റെപ്സ് തന്നെ. ഏതൊക്കെ സ്റ്റെപ്സുകളാണ് ട്രെയിനിങ് പ്രോഗ്രാംസിലെ? ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്, to get ready for the job, preparation of the learner and presentation of operation and knowledge. അടുത്ത ക്ലാസ് വരുമ്പോ ഏതൊക്കെ സ്റ്റെപ്സുകളാണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ആറ് സ്റ്റെപ്സുകളുണ്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഒരു പരിശീലന പരിപാടിയിൽ 6 പ്രോഗ്രാംസ് സ്റ്റെപ്സ് ആണ് ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണെന്ന് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ പിള്ളേരെ 3 പേജും കൂടി വിളിച്ചാൽ ഓക്കെ. 11 മണിക്കാണ്. ശരി, താങ്ക് യു.
നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ഹരികൃഷ്ണൻ വായിക്കണം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു, ബൈ. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ വേറെ? യെസ് മാം. ഉണ്ട്. അതില് നമ്മുടെ ഈ ഹരികൃഷ്ണൻ ഉണ്ടോ? ഗ്രൂപ്പിലുണ്ടോ? ഗ്രൂപ്പിൽ ആക്റ്റീവ് ആണോ ആള്? അല്ല ക്ലാസ്സിൽ ആക്റ്റീവ് അല്ലാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. ആണോന്ന് അറിയാൻ ചോദിച്ചാ. ഓക്കെ, അപ്പൊ ശരി, ബൈ. പാവമാണല്ലേ? താങ്ക് യു. ആ, മനസ്സിലായത് എനിക്ക്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഗ്രൂപ്പിൽ ഉണ്ടാവട്ടെ. എപ്പോഴും ലൈഫ് ലോങ് ആയിട്ടൊക്കെ നിൽക്കട്ടെ കേട്ടാ. നല്ല കൂട്ടുകാരെ ഒന്നും ഒരിക്കലും കളയരുത്.